അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡും ചോക്ലേറ്റും കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്ത് 4 വശം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടിയാണ്. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ, അപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി എടുക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ, അതാണ് നല്ല ബ്ലാക്ക് കളറായത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ജാമാണെങ്കിൽ അത് തേച്ച് കൊടുക്കാം. ഇനി ഓരോ ബ്രെഡിലും ഇതൊന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം. ബ്രെഡ് കൊണ്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും പുതിയ ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. അതിൻ്റെ കയ്യിൽ ഇന്നലെ വാങ്ങിച്ച ബ്രെഡായത് കാരണം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു, പൊടിഞ്ഞ് വരും. ഇപ്പോൾ എല്ലാതും ഞാനിവിടെ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം എടുത്ത് വെച്ച നട്സിലേക്ക് ഇനി 3 ഡയറി മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഡയറി മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ആദ്യം എടുത്ത് വെച്ച ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇനി ഇതിലേക്ക് ഈ ബ്രെഡ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ മോളെ കുട്ടി ഇവിടെ ഉണ്ടെന്ന്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. അതുപോലെ മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ് നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി എല്ലതും ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലതും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 6 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, കാരണം കുട്ടികൾക്കാണല്ലോ ഇത് ഏറ്റവും ഇഷ്ടം. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കാം. മോള് തിരക്ക് കൂട്ടിയ കാരണം ഞാൻ ആകെ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്നിക്കേഴ്സ് പോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറ് ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് കളറുള്ള ചോക്ലേറ്റ് ആണെന്ന്, അത് കാരണമാണ് ഇത്രയും ബ്ലാക്ക് കളറായത്. അല്ലെങ്കിൽ ഇതിലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ മുറിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ച് ചോക്ലേറ്റും നട്സും മതിയല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.